നമസ്കാരം, എല്ലാവർക്കും സത്തോൺ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ സത്തോൺ മെനുവിൽ ഇന്ന് ഞാൻ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മീൻ തിളപ്പിച്ചതെന്നാണ് പറയാറ്. ഇതിന് പല സ്ഥലങ്ങളിൽ പല പേരുണ്ടാവും. അപ്പം ഞങ്ങളിതിനെ മീൻ വറ്റിച്ചതെന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നങ്ക് മീനാണ്. ഇതിന് ഞങ്ങൾ നങ്കെന്നാണ് പറയുന്നത്. അപ്പോൾ മാന്തൽ എന്നും പേരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മീനുണ്ടാവും. അപ്പോൾ അത് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് വലുതായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഇതിന് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 4 ചെറിയ ഉള്ളി എടുക്കാം. അപ്പം ഞങ്ങളിത് ഇല്ലാതെയും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ 2 രീതിയിൽ ചെയ്യാം. അപ്പം ഞാനിത് സവാളയൊക്കെ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കുറച്ച് അതായത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതിന് വേണം. അപ്പം എരിവിന് നമുക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് നമ്മളിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റണം. ചെറിയുള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരണം. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. ഇതിനകത്തേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുവാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ ഒരു പച്ച കുത്തൊന്ന് മാറണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പുളിവെള്ളം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതിന് കുറച്ച് പുളി ടേസ്റ്റ് അധികം ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പുളിയിൽ തന്നെ നാടൻ പുളിയാണ്. അപ്പോൾ നല്ല പുളി ടേസ്റ്റ് അധികമാണ് ഇതിന്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ മീനൊക്കെ ഒന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം മതിയാവും. നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മീനിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഗ്രേവിക്ക് ആവശ്യത്തിന് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മീൻ ഇട്ടിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട. മീനൊന്ന് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ അതുകൊണ്ടാണ് മീൻ തിളപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിക്കാൻ മീൻ ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിലേക്കൊന്ന് തൂവി കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിന് പൊടികൾ ഡയറക്റ്റായിട്ട് പുളിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ മീനിട്ടിട്ട് തിളപ്പിച്ചെടുക്കാറുമുണ്ട്. അതായത് ഈ ചെറിയുള്ളിയും ഇഞ്ചിയൊന്നും ആഡ് ചെയ്യാതെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തിലും ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ തിളപ്പിച്ചത് അല്ലെങ്കിൽ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലും അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്